പരാതി കൊടുത്തപ്പോൾ SFIക്കാരെല്ലാം അവരുടെ പാർട്ടിക്ക് നാണക്കേട് വരുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്താനും എന്നെ പിന്മാറ്റണമെന്ന് പറയാനും തുടങ്ങി. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അനിൽ ചേലേമ്പ്ര എന്ന് പറയുന്ന ഒരാൾ എൻ്റെ നാട്ടിലെ പാർട്ടിക്കാരെ വിളിച്ച് ഞാൻ മാനസിക രോഗിയാണെന്നും SFIയുടെ മുതിർന്ന നേതാവിനെതിരെ അവൾ പരാതി കൊടുത്തു, അവളെ പിന്മാറ്റണമെന്ന് പറഞ്ഞ് ആ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തിരൂർ മലയാളം സർവകലാശാലയിലെ വിദ്യാർത്ഥിനി അനഘ ശശിയുടെ സമരം കോക്രോച്ച് പാർട്ടി ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടത്തിയ സമരം പോലെ ആകുമോ? അതിൻ്റെ തെളിവ് അവരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. പൂർണ്ണമായെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? അത് ആ സാക്ഷികൾ ചോദിക്കുകയും ചെയ്തു, ഒപ്പിട്ട് കൊടുത്തുമില്ല. പിന്നെ പറഞ്ഞു ഡോക്ടർ അരുൺ ബാബുവിന് മൈക്രോ പ്ലാസ്റ്റിക്കിൽ വൈദഗ്ധ്യം ഇല്ലെന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അരുൺ ബാബുവിൻ്റെ CV ഡൗൺലോഡ് ചെയ്ത് ആദ്യം കാണുന്ന മൈക്രോ പ്ലാസ്റ്റിക് ആണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വിഭാഗം ഗവേഷക വിദ്യാർത്ഥിനി അനഘ ശശിയാണ് മലയാളം സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി താൻ നേരിടുന്ന ജാതീയവും അക്കാദമികവുമായ വിവേചനങ്ങൾക്കെതിരെയാണ് അനഘ ശശിയുടെ സമരം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്ത പക്ഷം സമരത്തിന്റെ ഗതി തന്നെ മാറാം. SFI ഒഴികെയുള്ള വിവിധ വിദ്യാർത്ഥിനി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയുമായി രംഗത്തുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ്? നിലവിൽ നമ്മൾ സമരം അവസാനിപ്പിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് നീതി കിട്ടുന്ന വരെ സമരം കൊണ്ടുപോകും. ഇവിടെ കുറ്റക്കാരായ ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കണം. ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വരരുത്. അതാണ് ആവശ്യം. രോഹിത് വെൺമൂല ആക്ട് നടപ്പിലാക്കണം. 2024 മാർച്ച് മാസത്തിലാണ് പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. വന്നപ്പോൾ മുതൽ ഇന്ന് വരെ എനിക്ക് അക്കാദമിക്കായിട്ട് യാതൊരു സഹായവും ഇവർ ചെയ്തിട്ടില്ല. ആകെ ചെയ്യിച്ചത് ക്ലീനിങ് മാത്രമാണ്. പൊടി തുടപ്പിക്കൽ, MSc MA ക്ലാസ് റൂംസ് ക്ലീൻ ചെയ്യിക്കൽ, ലാബിലെ പെട്ടികൾ എടുത്ത് വെക്കൽ, ഗ്ലാസ് വെയർസിൻ്റെ കണക്കെടുക്കൽ, അത് കഴുകി വെക്കൽ, ഇങ്ങനെയുള്ള ജോലികൾ മാത്രമേ ചെയ്യിച്ചിട്ടുള്ളൂ. പലതവണ സഹായം ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. സിനോപ്സിസ് ഒന്നും തിരുത്തി തരുക പോലും ചെയ്തിട്ടില്ല. പല സിനോപ്സിസുകൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വന്ന ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞ് സിനോപ്സിസ് ആ ഗവേഷണം നീ ഇവിടെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കുക. നമുക്ക് ലാഭം നിഷേധിക്കുക, ഇരിക്കാനുള്ള ഇരിപ്പിടം തരാതെ വരാന്തയെ നിർത്തുക, അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യും പോലെ അങ്ങനെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. കുറേ ഉപദ്രവിച്ചിട്ടുണ്ട്. ജാതി കാരണം കിട്ടിയ ഫെലോഷിപ്പാന്ന് ചോദിക്കും. കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ജാതി പറയിപ്പിക്കും. എന്നെപ്പോലെയുള്ളവരൊക്കെ ഇഗ്നോയിൽ പഠിച്ചാൽ മതി എന്ന് പറയുന്നു. യൂണിവേഴ്സിറ്റികളിൽ പഠിക്കേണ്ട, ക്വാളിറ്റി ഇല്ല, അർഹതയില്ല, ജാതി കാരണം ഫെലോഷിപ്പ് വാങ്ങുന്നു, അത് മുടക്കും. നിന്നെയൊക്കെ PhD ചെയ്യിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് വിളിച്ചിട്ട് വന്നതല്ലല്ലോ. ഇവിടെ PhD ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന പലതും അനുസരിക്കേണ്ടി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി വല്ല ഇഗ്നോയിലും പൊക്കോ, ഓഡിറ്റിന് കൊടുക്കുന്ന ഞാനാണ്, എനിക്ക് പലതും ചെയ്യാൻ പറ്റും. ഫെലോഷിപ്പ് പൈസ കൊണ്ട് ഒത്തിരി സമ്പാദിക്കുന്നുണ്ടാവുമല്ലോ, ഒറ്റയ്ക്ക് തിന്നുമല്ലേ, അങ്ങനെ പറയും. ഒരു തവണ പൈലറ്റ് സ്റ്റഡിക്ക് പോകാൻ ഈ ഡോക്ടർ അരുൺ ബാബു തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വാട്സപ്പിലാണ് പറഞ്ഞു, ഞാൻ തെളിവ് കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാബ് ചോദിച്ചു. അന്ന് ഈ ഡോക്ടർ അരുൺ ബാബു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഇൻചാർജ് ഡോക്ടർ ധന്യയ്ക്കായിരുന്നു. ലാബിൻ്റെ ഇൻചാർജ് ചൈനി വർഗീസിന്. അപ്പോൾ ഇവരാണെങ്കിൽ എനിക്ക് ലാബ് തന്നില്ല. ഞാൻ ധന്യ മിസ്സിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു ഈ മെഷീൻസൊന്നും തരാൻ പറ്റില്ല, MSc കുട്ടികൾ പ്രോജക്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു മോഡലിൻ്റെ ന്യായം പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, ഈ മെഷീൻസ് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അവർ തന്നില്ല. ഈ മെഷീൻസ് എല്ലാം ഞാൻ തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. ഇവർ പറഞ്ഞു ഫെലോഷിപ്പ് പണത്തിന് ഒറ്റയ്ക്ക് തിന്നുമല്ലേ, ഇതൊക്കെ വാങ്ങാനാണ് തരുന്നത്, ഈ മെഷീൻസ് ഒറ്റയ്ക്ക് വാങ്ങാൻ. സ്പെക്ട്രോഫോട്ടോമീറ്ററിനൊക്കെ നല്ല വിലയാവും. അപ്പോൾ അങ്ങനെ ലാഭം അനുവദിച്ചില്ലെങ്കിൽ അതൊരു പ്രോബ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വാങ്ങാനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ പോയി. ഇവർക്ക് ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടാണ് പോയത്. ഇവർ തന്നെ സൈൻ ചെയ്ത സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടർ അരുൺ ബാബു പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്തിനാ ലീവ് എടുത്തേ, എന്തിനാ പോയത്? അപ്പോൾ ഞാൻ പറഞ്ഞു പൈലറ്റ് സ്റ്റഡിക്ക് പോയി, സാറ് പറഞ്ഞിട്ടാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പോവണ്ട എന്നൊക്കെ പറഞ്ഞു, ഇപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞു. സാറ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാണിച്ചു തരാം ആ ചാറ്റ്.
അത് മുടക്കി. പിന്നെ എനിക്ക് ഒരു പൈലറ്റ് സ്റ്റഡി, ഒരു പേപ്പർ വർക്ക് പോലും ചെയ്യാൻ എങ്ങും എന്നെ വിട്ടിട്ടില്ല. എനിക്ക് ലാബ് തന്നിട്ടില്ല, ഇരിക്കാൻ ഇടം തന്നിട്ടില്ല. നിരന്തരമായ ജാതി അധിക്ഷേപങ്ങൾ, പ്രതികാര നടപടികൾ, എന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ ഉപദ്രവിച്ചു. VC-ക്കും രജിസ്ട്രാർക്കും റിസർച്ച് ഡയറക്ടർക്കും പരാതി കൊടുത്തു. അന്നത്തെ മന്ത്രിസഭയിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായില്ല. ഈ രജിസ്ട്രാർ ഭരതനും KV ശശി SC/ST സെല്ലിൻ്റെ ആളും കൂടി അന്വേഷണം നീട്ടിവെക്കും, അട്ടിമറിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ വിഷയങ്ങൾ നടപടിയാവാതിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ മൊഴി മാറ്റി എഴുതി SC/ST അട്രോസിറ്റി ആക്ട് ഇട്ടില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ഇത് അന്വേഷിച്ച് വന്നു. അപ്പോൾ ഇവർ ചാനലിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് കുറേ നുണ പറഞ്ഞു, സിനോപ്സിസ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. സിനോപ്സിസ് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ കാണിക്കാം. പിന്നെ ഇവർ തന്നെ CM-ന് കൊടുത്ത മറുപടിയിൽ ഇവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ സിനോപ്സിസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ അവർ പറഞ്ഞു നോക്കി ഡോക്ടർ അരുൺ ബാബു എൻ്റെ ഗൈഡ് അല്ലെന്ന്. അദ്ദേഹം ഗൈഡാണെന്ന് ഡോക്ടർ അരുൺ ബാബുവും ഡോക്ടർ ഭരതനും ഒപ്പിട്ട ജോയിനിങ് റിപ്പോർട്ടും രജിസ്ട്രേഷനോടും ഞാൻ കാണിക്കാം, അതൊരു തെളിവാണ്. പിന്നെ അവർ പറഞ്ഞു SC/ST സെല്ലിൻ്റെ അന്വേഷണ റിപ്പോർട്ട് എൻ്റെ അമ്മയും കാണിച്ചെന്ന്. അങ്ങനെ കാണിച്ചതിൻ്റെ ഒഫീഷ്യലായിട്ട് മെമ്മോ കൊടുക്കുമല്ലോ, ആ മെമ്മോ ഇവർ കാണിക്കട്ടെ. അങ്ങനെ കാണിക്കാൻ അവർക്ക് കഴിയില്ല, കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ ഈ പൂർണ്ണമായെന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് ഇവർ ഈ പറഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു സാക്ഷിയെ വിളിച്ച് 2025 ഡേറ്റ് ഇട്ട് അതിൻ്റെ തെളിവ് അവരെനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. പൂർണ്ണമായെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? അത് ആ സാക്ഷികൾ ചോദിക്കുകയും ചെയ്തു, ഒപ്പിട്ട് കൊടുത്തുമില്ല. പിന്നെ പറഞ്ഞു ഡോക്ടർ അരുൺ ബാബുവിന് മൈക്രോ പ്ലാസ്റ്റിക്കിൽ വൈദഗ്ധ്യം ഇല്ലെന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അരുൺ ബാബുവിൻ്റെ CV ഡൗൺലോഡ് ചെയ്ത് ആദ്യം കാണുന്ന മൈക്രോ പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ആ നുണയും പറഞ്ഞു. പക്ഷെ സാധാരണക്കാരനായ ഒരാൾ ഇതൊക്കെ കയറി ചെക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ പച്ചക്കള്ളം വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം എന്നെ ഉപദ്രവിച്ച് ഡോക്ടർ അരുൺ ബാബു, ജെയ്നി വർഗീസ്, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച് KV ശശി, രജിസ്ട്രാർ ഭരതൻ, VC CR പ്രസാദ്, ഇവരെല്ലാവരും വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. അവരെ ഈ ജോലി ചെയ്യാൻ യോഗ്യരല്ല, അവരെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. ഇനി ഒരു കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. രോഹിത് ആക്ട് നടപ്പിലാക്കണം. ഈ മന്ത്രിസഭയുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു രോഹിത് ആക്ട് നടപ്പിലാക്കുന്നത്, അത് നടപ്പിലാക്കണം. പിന്നെ എല്ലാവർക്കും ഇവിടെ സമാധാനമായിട്ട് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം, അതാണ് ആവശ്യം. SFI ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനകളും ഇടപെട്ടിട്ടുണ്ട്. SFIയുടെ നേതാവായിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒരു പെൺകുട്ടി റാഗിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് തെളിവടക്കമുണ്ട്. മേട്ടനടക്കം ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട് ഇവർ ചെയ്യുന്നതിൻ്റെ. ഉപയോഗിച്ച ഒരുപാട് സാനിറ്ററി നാപ്കിൻസൊക്കെ എന്നെക്കൊണ്ട് ക്ലീൻ ചെയ്യിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയാൽ ഫ്ലഷ് ചെയ്യില്ല, ടോയ്ലറ്റ് കഴുകിക്കുക, എൻ്റെ ഉടുപ്പുകളെ തേപ്പൂട്ടി വെച്ച് കരിച്ച് കളയുക, ഉടുപ്പുകൾ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുക, ഇതൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂമിനകത്ത് പഠിക്കാൻ സമ്മതിക്കില്ല. എൻ്റെ മേശ എടുത്ത് പുറത്തിട്ട് ആ മേശ അവരുപയോഗിക്കും. ഞാൻ ബുക്ക് മറിച്ച് ഇവർക്ക് പാനിക് അറ്റാക്ക് വരുമെന്ന് പറയുക. ഇങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറേ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പരാതി കൊടുത്തപ്പോൾ SFIക്കാരെല്ലാം അവരുടെ പാർട്ടിക്ക് നാണക്കേട് വരുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്താനും എന്നെ പിന്മാറ്റണമെന്ന് പറയാനും തുടങ്ങി. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അനിൽ ചേലേമ്പ്ര എന്ന് പറയുന്ന ഒരാൾ എൻ്റെ നാട്ടിലെ പാർട്ടിക്കാരെ വിളിച്ച് ഞാൻ മാനസിക രോഗിയാണെന്നും SFIയുടെ മുതിർന്ന നേതാവിനെതിരെ അവൾ പരാതി കൊടുത്തു, അവളെ പിന്മാറ്റണമെന്ന് പറഞ്ഞ് ആ കോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരൊക്കെ വിളിച്ച് ഇവർ സ്വാധീനിച്ചു. എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും വിളിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അറ്റാക്ക് വരുന്ന അവസ്ഥ വരെ എത്തിച്ചു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് SFIന് ഈ സമരത്തിൽ അവരില്ല. അവരാദ്യം തൊട്ടേ എന്നെ ഉപദ്രവിക്കുവാണ്. ബാക്കി എല്ലാ സംഘടനകളും ഉണ്ട്. കഴിഞ്ഞ ദിവസം MLA-മാർ 2 പേര് ഇവിടെ കാണാൻ വന്നു. അപ്പോൾ ഞങ്ങൾ സമരമായിട്ട് രാത്രിയിലടക്കം ഇവിടെയാണ് ഉറങ്ങുന്നത്. ഇവിടെ ലൈറ്റില്ല, ഒന്നുമില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുവായതുകൊണ്ട് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരും. ഇരുന്നാണ് ഉറങ്ങുന്നത്. ഇവരൊക്കെ പട്ടിണി കിടന്നിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. ഉറങ്ങുന്നില്ല, കഴിക്കുന്നില്ല, ഇരുന്നുറങ്ങി മഴയത്ത്, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ രാത്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അറിയാണ് MLA വരുന്നുണ്ടെന്ന്. ഇവർ ഓൾറെഡി ചർച്ച കഴിഞ്ഞിട്ട് VC രജിസ്ട്രാർ ഇവരൊക്കെ ആയിട്ട് ചർച്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ സമരപ്പന്തലിലൊന്ന് കയറി പോലും ചെയ്യാതെ ഇവർ VCയുടെ ചേംബറിലേക്ക് നേരെ പോയിട്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ പിന്നെ അദ്ദേഹത്തിന് പ്രായമുണ്ടെന്നൊക്കെ അവർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അദ്ദേഹത്തിന് പ്രായം പരിഗണിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സമരത്തിലുള്ള മറ്റാളുകളോടൊന്നും അവർ സംസാരിക്കാൻ തയ്യാറല്ല. ഞാൻ ഒറ്റയ്ക്ക് കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് കയറില്ല, സമരസമിതി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിന് നമ്മുടെ ഒപ്പം നിൽക്കാനില്ല എങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ലല്ലോ.
അപ്പോൾ അദ്ദേഹം തിരിച്ചു പോവാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അറിഞ്ഞ വാർത്ത ഈ ചർച്ചയുണ്ടായി, തീരുമാനമായി, സമരം അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയാണ് പിന്നെ പുറത്തോട്ട് വന്നത്. അങ്ങനെയല്ല, സമരം തീർന്നിട്ടില്ല. അറസ്റ്റ് ചെയ്ത് നീതി കിട്ടാതെ ഞങ്ങൾ സമരം തീർക്കില്ല. അടുത്തത് കൂടുതൽ ആളുകൾ എത്തിച്ചേരും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയൊക്കെ സമരമായിട്ട് ബന്ധപ്പെട്ട് നേഹ ബോറയൊക്കെ ഡൽഹിയിൽ സമരം ചെയ്തല്ലോ, ജന്തർ മന്ദറിലൊക്കെ സമരം ചെയ്തല്ലോ. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്. ഇന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ പോസ്റ്റൊക്കെ അവരുടെ അടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിപുലീകരിക്കാനാണ്. സിനിമാ മേഖലയിൽ നിന്നും പല ആളുകൾ വിളിച്ച് ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷെ അവർക്ക് എന്തോ തിരക്കായതുകൊണ്ട് വന്നില്ല.